ഓണത്തിനിടയിൽ എന്ത് രാഷ്ട്രീയം അല്ലേ? കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ അതിഥിയായി എത്തിയത് യു പ്രതിഭ MLA ആണ്. കായംകുളം റെസ്റ്റ് ഹൗസിൽ എത്തിയ MLAയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ക്ഷണം സ്വീകരിച്ചെത്തിയ MLA മത്സരങ്ങളിൽ പങ്കെടുത്ത ശേഷവുമാണ് മടങ്ങിയത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഭയങ്കര വൈറലാണ്. ആവേശം പകർന്നുകൊണ്ട് കായംകുളത്തിന്റെ പ്രിയങ്കരിയായ MLA പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് യു പ്രതിഭ ഈ സുന്ദരിക്ക് പൊട്ടുതവൻ മത്സരത്തിന്റെ ഭാഗമാവുകയാണ്. നന്നായിട്ട് കൈയടിക്കും പ്രിയപ്പെട്ട. എത്തിയിട്ടില്ല ഇനി ഏതാണ്ട് ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. ചൂട് 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 കൊടുംചൂട് 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 ഏതാണ്ട് സുന്ദരിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. ഓണത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയും ഇത് തന്നെയാണല്ലേ. ആ സമയത്ത് നമ്മൾ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളോ വിവാദങ്ങളോ എല്ലാം മറന്നുകൊണ്ട് നമ്മളെല്ലാ മലയാളികളും ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടെ എല്ലാം ഒരുമിച്ച് ചെയ്യും എന്നുള്ളതാണ്. തിരുവോണത്തെ എതിരേൽക്കാൻ തൃക്കാക്കര അപ്പന്മാർ വിപണികളിലേക്ക് എത്തിത്തുടങ്ങി. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പോടെ തൃക്കാക്കര അപ്പന്മാരെ ഒരുക്കിയെടുക്കുന്നത് ചിലർക്കെങ്കിലും ഇത് കച്ചവടമല്ല, ഓണാഘോഷത്തിനുള്ള തങ്ങളുടെ പങ്കാളിത്തമാണ്. തിരുവോണത്തിന്റെ നാടായ തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രത്തിനു മുന്നിൽ നിരനിരയായിരിക്കുന്ന തൃക്കാക്കര അപ്പന്മാരും മാവേലി രൂപങ്ങളുമെല്ലാം മലയാളിയുടെ മഹോത്സവത്തിന്റെ വരവറിയിക്കുന്നുണ്ട്. കളിമണ്ണ് കുഴച്ച ഈ രൂപങ്ങൾ തയ്യാറാക്കി നിറം പൂശി വിപണിയിലേക്ക് എത്തിക്കാൻ കുറച്ചു നാളത്തെ തയ്യാറെടുപ്പ് വേണം. ഓണത്തപ്പൻ എന്ന പലയിടത്തും വിളിപ്പേരുള്ള തൃക്കാക്കരയപ്പന് ഉത്രാടരാത്രിയാകുന്നതോടെ ഡിമാൻഡ് കൂടും. തിരുവോണത്തിന്റെ നാട്ടിൽ നിന്ന് ഇത് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരും കുറവല്ല. ഇവിടെ ഒന്ന് മേടിക്കുമ്പോൾ നമുക്കും സന്തോഷം, അവരുടെ സന്തോഷം. പിന്നെ അമ്പലത്തിൽ വന്നത് മേടിച്ച് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ചിലർക്ക് നല്ലൊരു ഐശ്വര്യമൊക്കെ പറയും ആൾക്കാർ. ഇവിടെ ഒന്ന് കൊണ്ടുപോകുമ്പോൾ അത് അമ്പലത്തിൻ്റെ നടക്കെന്ന് മേടിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേക ഒരു ഇത് പറയുന്നത്. ഓണം എല്ലാവർക്കും പ്രതീക്ഷകളുടെ ഉത്സവകാലമാണ്. ചെറുതും വലുതുമായ ഓണവിപണിയിലും ഇതെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. എങ്കിലും എല്ലാ കച്ചവടവും അങ്ങനെയാക്കുന്നില്ല പലരും. പണമില്ലെങ്കിലും ഓണത്തപ്പനെ ചോദിച്ചാൽ കൊടുത്തുവിടുമെന്ന് പറയുന്നവരുമുണ്ട്. കാരണം ഓണം അതങ്ങനെയാണ് മലയാളിക്കെന്നും. നമ്മുടെ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞതിൻ്റെ ഒരു പൈസ ഇല്ല, ഞാൻ തരൂല, വേണ്ട അമ്മ കൊണ്ടുപോകണം. പിന്നെ അല്ലാണ്ട് അമ്മ അങ്ങനെ വന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കണ്ടേ. ഞാൻ കൊടുത്ത് അമ്മ ഓണാഘോഷിക്കൊണ്ട് നന്നായി വരുമ്പോൾ പറഞ്ഞിട്ട് അമ്മ പോയി, നമുക്കത് മതി. ഞാനിതിനു വേണ്ടി വില പിടിക്കാറുമില്ല. ന്യൂസ് 18 കൊച്ചി.